നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള സംഘർഷം താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണെങ്കിലും ഇറാനിൽ നിന്ന് കേൾക്കുന്നത് അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ്. ഇറാനിൽ സ്വിസ് നയതന്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായി സൂചന. സ്വിറ്റ്സർലാൻഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതാണ് ഇക്കാര്യം. അതിലൂടെയാണ് മാധ്യമങ്ങളിലൂടെ വിവരം പുറത്തുവന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇറാനിൽ 2 സ്വിസ് ഉദ്യോഗസ്ഥരുടെയും ഒരു വിനോദസഞ്ചാരിയുടെയും ദുരൂഹ മരണങ്ങൾക്കും ഒരു എംബസി ജീവനക്കാരന് നേരെയുണ്ടായ ആക്രമണത്തിനും പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. സ്വിസ് എംബസിയെ അമേരിക്കക്കാർ ഒത്തുകൂടുന്ന കേന്ദ്രമായിട്ടാണ് ഇറാൻ കാണുന്നതെന്നാണ് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക അടക്കം ഇറാന്റെ 3 പ്രധാനപ്പെട്ട ആണവോർജ കേന്ദ്രങ്ങൾ അടക്കം ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ചില മരണങ്ങൾ, അതും വളരെ ഉന്നതരായിട്ടുള്ള പോസ്റ്റിലിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് 2021 ടെഹ്റാനിൽ സ്വിസ് ഡെപ്യൂട്ടി അംബാസഡർ സിൽവി ബ്രണ്ണറുടെ അസ്വാഭാവികമായ മരണത്തിലും സംശയമുണ്ട്. അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ 17ാം നിലയിൽ നിന്നാണ് വീണ് മരിച്ചത്. ബ്രണ്ണറിനെ തള്ളിയിട്ട് കൊന്നതാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇറാനിൽ ചില സ്വിസ് എംബസി ജീവനക്കാർ അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയായ സിഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മതഭരണകൂടം വിശ്വസിക്കുന്നതെന്നാണ് ഈ മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ ഉദ്യോഗസ്ഥന്മാർ ബ്രണ്ണറുടെ മരണം ആത്മഹത്യ എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 2 വർഷത്തിനു ശേഷം തലയ്ക്കും വയറിനും ഗുരുതരമായ പരിക്കുകളോടെ ടെഹ്റാനിലെ ഒരു ഹോട്ടലിൽ ഒരു സ്വിസ് പ്രതിരോധ അറ്റാഷെ കുഴഞ്ഞു വീണിരുന്നു. അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും മാസങ്ങൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഒരു സുപ്രധാന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് സ്വിസ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ അറ്റാഷയുടേത് സ്വാഭാവിക മരണമെന്നാണ് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയത്. 3 മാസത്തിന് ശേഷം 2023 സെപ്റ്റംബറിൽ ജോലി സ്ഥലത്തേക്ക് നടക്കുമ്പോൾ മറ്റൊരു എംബസി ജീവനക്കാരനും ആക്രമിക്കപ്പെട്ടിരുന്നു. കയ്യിൽ വെടിയേറ്റിട്ടും കുത്തുകൊണ്ടിട്ടും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇറാൻ അധികൃതർ ഇതൊരു കവർച്ചാ ശ്രമമായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇത്രയും കനത്ത സുരക്ഷയുള്ള രാജ്യ തലസ്ഥാനത്ത് ഇത് സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്വിസ് അധികൃതർ ഈ വാദം തള്ളിക്കളയുകയായിരുന്നു. ഈ വർഷം ജാനുവരിയിൽ ചാരവൃത്തി ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട 60 വയസ്സുള്ള ഒരു സ്വിസ് വിനോദസഞ്ചാരിയെ സെന്നാൻ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ദുരൂഹ മരണങ്ങളിൽ വ്യക്തത കൈവരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇറാനിൽ അത് സാധ്യമാണെന്ന് കരുതുന്നില്ലെന്നുമാണ് സ്വിസ് അധികൃതർ പറയുന്നത്. സിൽവി ബ്രണ്ണർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാൻ അധികൃതർ സിൽവിയുടെ മരണത്തിന്റെ അന്വേഷണ ഫയൽ സ്വിസ് സർക്കാരിന് കൈമാറാൻ വിസമ്മതിച്ചിരുന്നു. കൂടാതെ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവരുടെ പല ആന്തരിക അവയവങ്ങളും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ബ്രണ്ണറുടെ സഹോദരനായ വിൻസെന്റ് ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തെളിവുകളുടെ അഭാവത്തിൽ ഇറാൻ സർക്കാർ അവസാനിപ്പിക്കുകയായിരുന്നു. റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡിനെതിരായ അവരുടെ ഇന്റലിജൻസ് പ്രവർത്തനം ശക്തമാക്കിയതായും സൂചനയുണ്ട്. സ്വിസ് സർക്കാരുകൾ എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വിസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പല ഉന്നത ആളുകളും ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നതിൽ സംശയം ഉന്നയിക്കുകയാണ് സ്വിറ്റ്സർലാൻഡിലെ പല മാധ്യമങ്ങളും. അതേസമയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ആണവ നിർവ്യാപന ഉടമ്പടിയോട് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ. രാജ്യത്ത് IAEAയുടെ ഇടപെടൽ നിയന്ത്രിക്കുന്ന ബില്ലിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. പിന്നാലെ IAEAയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചതിനെ ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇറാനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജർമ്മനിയുടെ പ്രസ്താവന എക്സിൽ പങ്കുവെച്ചാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ആരോപണങ്ങൾ തള്ളിയത്. സഹകരണം അവസാനിപ്പിച്ചെന്നത് തെറ്റാണെന്നും അറാഗ്ചി ചൂണ്ടിക്കാട്ടി. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വഴി ഏജൻസിയുമായി സഹകരണം തുടരും. സുരക്ഷാ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ IAEAയ്ക്ക് ഇനി രാജ്യത്തെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണമെങ്കിൽ കൗൺസിലിന്റെ അനുമതി വേണമെന്നാണ് നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും അബ്ബാസ് ചൂണ്ടിക്കാട്ടി. ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ആഴ്ചകളായി അടച്ചിട്ടിരുന്ന വ്യാപപാത തുറന്ന് ഇറാൻ. ഇസ്ഫഹാൻ, തബ്രിസ് എന്നിവ ഒഴികെയുള്ള രാജ്യത്തുടനീളമുള്ള എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്തർദേശീയ വിമാന സർവീസുകൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഇതോടെ ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വം അവസാനിക്കുകയാണ്. ഇസ്രായേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ 13 അടച്ചിട്ട ടെഹ്റാൻ ഉൾപ്പെടെയുള്ള വ്യോമാതിർത്തി വീണ്ടും തുറന്നതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ വിമാനത്താവളങ്ങൾ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് തയ്യാറാണെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് റിപ്പോർട്ട് ചെയ്തു.
രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിലെ മെഹ്റാബാദ്, ഇമാം ഖുമൈനി രാജ്യാന്തര വിമാനത്താവളങ്ങളും രാജ്യത്തെ വടക്കൻ ഭാഗങ്ങളിലെയും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിലെയും വിമാനത്താവളങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ വന്നാലുടൻ ഇസ്ഫഹാൻ, തബ്രിസ് നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് IRNA റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ വ്യോമഗതാഗതം പൂർണ്ണമായും ഇറാൻ അടയ്ക്കുകയായിരുന്നു. ജൂൺ 24 മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും വ്യോമപാത തുറന്നു നൽകാൻ ഇറാൻ തീരുമാനിച്ചിരുന്നില്ല. അതേസമയം കിഴക്കൻ ഇറാനിൽ വ്യോമാതിർത്തി നേരത്തെ തുറന്നു നൽകിയിരുന്നു. ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചതോടെ ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിന് പിന്നാലെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇറാൻ വ്യോമപാത തുറക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് തീരുമാനത്തിൽ എത്തേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു ഇറാൻ സർക്കാർ. ഇതോടെയാണ് വ്യോമപാത തുറന്നു നൽകുന്നതിൽ കാലതാമസമുണ്ടായത്. തലസ്ഥാനമായ ടെഹ്റാനിലെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും പ്രധാന വിമാനത്താവളങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതോടെ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചിടാനുള്ള തീരുമാനമുണ്ടായത്. ഇറാൻ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടുകയും ആഭ്യന്തര അന്തർദേശീയ വ്യോമാതിർത്തികൾ അടയ്ക്കുകയുമായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ സിവിൽ ഏവിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ് തീരുമാനം സ്വീകരിച്ചതെന്നും ഇറാന്റെ റോഡ് നഗര വികസന മന്ത്രാലയത്തിന്റെ വക്താവ് മാജിദ് അക്ബാൽ വിശദീകരിച്ചിരുന്നു. ഏതായാലും വ്യോമപാതയൊക്കെ തന്നെ വീണ്ടും തുറന്നുകൊടുത്ത സ്ഥിതിക്ക് സ്ഥിതിഗതികളൊക്കെ തന്നെ ഇറാനിൽ സാധാരണഗതിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.